പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കശ്മീരിൽ വീണ്ടും പ്രതിഷേധം. കശ്മീരിലെ ജനജീവിതം സാധാരണമാക്കണം, ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. നാഷണൽ ഡെസ്കിൽ നിന്നും ഗൗതം ആമ്രകുഞ്ചമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, നമുക്കറിയാം വിനോദസഞ്ചാരമായിരുന്നു പ്രധാനമായിട്ടും കശ്മീരികളുടെ വരുമാനമാർഗം. ഇപ്പോൾ അതെല്ലാം നിലച്ചിരിക്കുകയാണ്. അവിടെ ജനജീവിതം ഏത് രീതിയിലാണ് വീണ്ടും ദുരിതത്തിലേക്ക് ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എങ്ങനെയാണ് നടക്കുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപാര സംഘടനകളും അതോടൊപ്പം തന്നെ തെരുവ് കച്ചവടക്കാരും വിനോദസഞ്ചാര മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ സംയുക്തമായിട്ടാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതി പറഞ്ഞ പോലെ തന്നെ കാശ്മീർ താഴ്വരയിൽ ജനജീവിതം വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം, സ്വൈര്യ ജീവിതത്തിനുള്ള അവസരമൊരുങ്ങണം. പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ സമയമാണിപ്പോൾ. ടൂറിസം മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ അർപ്പിച്ചാണ് ജനം മുന്നോട്ട് പോകുന്നത്, കാശ്മീർ ജനത മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. അതിനെ തുടർന്ന് ടൂറിസം മേഖല തകർച്ചയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ജീവിതത്തെ ബാധിക്കുമെന്നും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും കശ്മീരി ജനത പറയുന്നു. അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരയായവർക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ കാശ്മീർ ജനതയുടെ ജീവിതം പഴയ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അടിയന്തരമായി തന്നെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും തീവ്രവാദികൾ തങ്ങൾക്ക് വേണ്ടി തോക്കെടുക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നും തീവ്രവാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ നടപടി അടിയന്തരമായി ഉണ്ടാകണം. ടൂറിസം മേഖലയിലേക്ക് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ചുകൊണ്ട് കാശ്മീർ ജനതയ്ക്ക് നഷ്ടമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് കാശ്മീരിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പഹൽഗാമിലും ശ്രീനഗറിലും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ തെരുവ് കച്ചവടക്കാരുടെയും വ്യാപാര സംഘടനകളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ സമാനമായ രീതിയിൽ മെഴുകുതിരി കത്തിച്ചും ടയർ കത്തിച്ചും ഒക്കെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഭീകരവാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ആർക്കും കശ്മീരിൽ സ്ഥാനമുണ്ടാകില്ലെന്നും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് സർക്കാരുകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് പ്രതിഷേധക്കാർ കശ്മീരികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കാശ്മീരിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയാണ്. സ്വാതി. ശരി ഗൗതം, പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കശ്മീരിൽ വീണ്ടും പ്രതിഷേധമാണ്. കശ്മീരിലെ ജനജീവിതം സാധാരണമാക്കണം, ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ആ വിവരങ്ങളാണ് ഗൗതം നൽകിയത്.